കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ കേരള രാഷ്ട്രീയത്തിൽ കത്തി നിന്നൊരു വിഷയമുണ്ട്. വഖഫ് ഭൂമി കേസും മുനമ്പത്ത് അതുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളുമെല്ലാം നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. അത് ഇന്നും തീരുമാനമാകാതെ കിടക്കുന്ന ആ കേസ് ഇപ്പോഴിതാ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലം വന്നെത്തുമ്പോൾ ചർച്ചകളിൽ കളം പിടിക്കുകയാണ്. പക്ഷേ ഇത്തവണ വിഷയത്തിന്റെ രൂപവും സ്വഭാവവും എല്ലാം വേറെയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് പാലാ മണ്ഡലത്തിൽ മഠങ്ങളിലെങ്ങും വിതരണം ചെയ്യപ്പെട്ട ഒരു നോട്ടീസ് ഉണ്ട്. മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ഷോൺ ജോർജിന്റെ അറിവോടെ മുനമ്പം നിവാസികൾ എന്ന പേരിൽ വിതരണം ചെയ്യപ്പെട്ട ആ നോട്ടീസിലെ ചില വാചകങ്ങൾ അത്യന്തം തെറ്റിദ്ധരിപ്പിക്കുന്നതും വർഗീയ വിഷം തുപ്പുന്നതും തന്നെയാണ്. കേരളം വളരെ സമചിത്തതയോടെ നേരിടേണ്ട, ചർച്ചകളിലൂടെയും സമവായങ്ങളിലൂടെയും പരിഹരിക്കപ്പെടേണ്ട ആത്യന്തികമായി ഒരു നിയമപ്രശ്നമായ വിഷയത്തെ കേവലം വോട്ട് ലക്ഷ്യമാക്കി വർഗീയ ധ്രുവീകരണത്തിന് മാത്രം ലക്ഷ്യമിടുന്ന തരത്തിലാണ് ഈ നോട്ടീസിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകാരും മുനമ്പൻ ജനതയെ ഒരുപോലെ ചതിച്ചെന്നും BJP മാത്രമായിരുന്നു സഹായത്തിന് വന്നതെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇതിനെ കീറിമുറിച്ച് ഇസ്ലാമിക മതരാഷ്ട്രമാക്കാനുള്ള ശ്രമത്തെ എതിർക്കുന്നത് BJP മാത്രമാണെന്നും അതിനാൽ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും പറഞ്ഞാണ് നോട്ടീസ് അവസാനിക്കുന്നത്. കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ട ലക്ഷ്യമിട്ട് വോട്ട് ചോദിക്കുന്ന ഈ നോട്ടീസ് മുനമ്പത്തെ സാധാരണക്കാരെ ഒരു തരത്തിലും പ്രതിനിധാനം ചെയ്യുന്നതല്ല എന്ന് വളരെ വ്യക്തമാണ്. സ്ഥാനാർത്ഥിയുടെ പേരോ നോട്ടീസോ അടിച്ച സംഘടനയുടെ പേരോ ഇല്ലാതെ ഇത്തരത്തിലൊരു ലഘുലേഖ വിതരണം ചെയ്യപ്പെട്ടതിന് പിന്നിൽ വർഗീയ കലാപം ഉണ്ടാക്കി രാഷ്ട്രീയ ലക്ഷ്യം നേടാമെന്ന് കണക്കുകൂട്ടൽ വരെയുണ്ടെന്ന് സംശയം തോന്നിയാൽ കുറ്റം പറയാനാവില്ല. മുസ്ലിം ലീഗ് നേതാക്കളും VD സതീശനും അടക്കം വരെ എത്തിയ സമരപ്പന്തൽ ഉയർത്തി കാണിക്കുന്നത് ഇത് മുസ്ലിങ്ങളും മുനമ്പത്തെ ജനങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടമല്ല എന്നത് തന്നെയാണ്. അതിനാൽ തന്നെ സങ്കീർണമായ ഒരു നിയമപ്രശ്നത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ വ്യക്തമായി കാണാനാകും. ഇനി നമുക്കൊന്ന് കുറച്ച് പുറകിലോട്ട് സഞ്ചരിക്കാം. 2022 ജനുവരി 13 വഖഫ് ബോർഡ് കൊച്ചി തഹസിൽദാർക്ക് നൽകിയിട്ടുള്ള ഒരു നോട്ടീസാണ് എറണാകുളം മുനമ്പത്തെ 600 കുടുംബങ്ങളുടെ ജീവിതം അങ്ങനെ മാറ്റിമറിച്ചത്. ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്ന ഭൂമി വഖഫ് ബോർഡിന്റെ അധീനതയിലുള്ളതാണെന്നും വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾ താമസക്കാർക്ക് ഇല്ലെന്നുമാണ് വഖഫ് ബോർഡ് റവന്യൂ വകുപ്പിനെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ഈ പ്രദേശത്തെ താമസക്കാർക്ക് സ്വന്തം ഭൂമി അത്യാവശ്യ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ് വസ്തുത. വിഷയത്തിൽ ഹൈക്കോടതിയിലടക്കം കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. വഖഫ് ബോർഡും ജനങ്ങളും തമ്മിൽ നടന്നിരുന്ന കേസിലേക്ക് BJP കൂടി ഇടപെട്ടതോടെ കാര്യങ്ങൾ അങ്ങനെ മാറി മറിഞ്ഞു. 1865 തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ച പണ്ടാരപ്പാട്ടം വക വിളംബരം അനുസരിച്ച് ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലം എഴുതി നൽകിയിരുന്നു. ഗുജറാത്തിൽ നിന്നെത്തിയ ഹാജി മൂസ സേട്ട് എന്നയാൾ 1902 വിളംബരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് 404 ഏക്കർ സ്ഥലം എഴുതി വാങ്ങി. വർഷങ്ങൾക്ക് ശേഷം 1950 ഹാജി മൂസ സേട്ടിന്റെ മകളുടെ ഭർത്താവായിട്ടുള്ള സിദ്ദീഖ് സേട്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കോഴിക്കോട് ഫാറൂഖ് കോളേജിന് ഈ ഭൂമി പാരിതോഷികമായി എഴുതി നൽകി. ഇവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. 1951 ഫാറൂഖ് കോളേജ് ഈ ഭൂമി പട്ടയം വാങ്ങുകയും പോക്കുവരവ് ചെയ്ത് സ്വന്തമാക്കുകയും ചെയ്തു. 1962 ഇവിടെ താമസിച്ചിരുന്നവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമമുണ്ടായി. അന്ന് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് 1962 ഇത് ആവർത്തിച്ചു. പലതവണ കോടതിയിലെത്തിയ കേസിൽ മാറി മറിഞ്ഞ ജനങ്ങൾക്കും വഖഫ് ബോർഡിനും അനുകൂലമായിട്ടുള്ള വിധികളും വന്നു. വിഷയം കാലം ചെല്ലുന്തോറും കൂടുതൽ സങ്കീർണമായി അങ്ങനെ വളർന്നു. കോളേജിന് ഗിഫ്റ്റ് ഡീഡായി ലഭിച്ച സ്ഥലം എന്നാണ് വിധിയിൽ വന്നത്. 1987 വിഷയം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ നാട്ടുകാർ പണം പിരിച്ച് ഏകദേശം 33 ലക്ഷം രൂപയോളം ഫാറൂഖ് കോളേജിന് നൽകി ഭൂമി അങ്ങ് വാങ്ങി. ഏകദേശം 600ഓളം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആഭരണങ്ങൾ പണയം വെച്ചും കാലങ്ങളോളം അധ്വാനിച്ച പണം ഉപയോഗിച്ചുമൊക്കെ 1 വർഷത്തോളം ചെലവിട്ടാണ് പ്രദേശവാസികൾ പണം കണ്ടെത്തി നൽകിയത്. കേരളത്തിലെ അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കൾ കണ്ടെത്താൻ 2008 VS അച്യുതാനന്ദൻ സർക്കാർ നിയോഗിച്ച നിസാർ കമ്മീഷൻ മുനമ്പത്തെ വസ്തു സംബന്ധിച്ചും പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഈ ഭൂമി വഖഫ് ഭൂമിയാണോ അതോ ഫാറൂഖ് കോളേജിന് ഗിഫ്റ്റ് ഡീഡായി ലഭിച്ചതാണോ എന്ന് കണ്ടെത്താൻ കമ്മീഷന് കഴിഞ്ഞില്ല. 2019 സ്ഥലം വഖഫ് ബോർഡ് ആസ്തി രജിസ്റ്ററിൽ ചേർക്കപ്പെട്ടു. 2022
ഈ പ്രദേശത്തെ വസ്തുക്കളുടെ കരം സ്വീകരിക്കുന്നതും ക്രയവിക്രയങ്ങളും റീ രജിസ്ട്രേഷൻ അടക്കം തടഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് കൊച്ചി തഹസിൽദാർക്ക് നോട്ടീസ് നൽകിയതോടെയാണ് ഇക്കാര്യം പുറത്തു വന്നത്. പിന്നീട് പരാതികൾ, അങ്ങനെ ചർച്ചകൾ. സർക്കാർ ജനങ്ങൾക്കൊപ്പമായിരുന്നു. വഖഫ് സംരക്ഷണ സമിതി എന്ന സംഘടന ഇതിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു. ഈ ഹർജിയിൽ സർക്കാർ നടപടി സ്റ്റേ ചെയ്യുകയും ചെയ്തു. വീണ്ടും നമുക്കൊന്ന് തിരിച്ചു വരാം. കഴിഞ്ഞ വർഷം മുനമ്പം വിഷയം കത്തി നിന്നപ്പോൾ പലയിടത്തും നിരാഹാര സമരങ്ങളും മറ്റും നടന്നിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വലിയ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ് ഫാദർ ആന്റണി സേവ്യർ. അന്ന് വിഷയത്തിൽ ജോസ് കെ മാണി MP നടത്തിയ ഇടപെടലുകളെ കുറിച്ച് പലപ്പോഴായി ഫാദർ ആന്റണി പരാമർശിച്ചിട്ടുള്ളതാണ്. ഇന്നലെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. കാരണം രാജ്യസഭയിലും ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയായിരുന്നു അവിടെ. വഖഫ് ഭേദഗതി ബില്ല് കാര്യത്തിൽ അദ്ദേഹം ക്ലാരിഫിക്കേഷൻ ചോദിച്ചു. ഈ അമെൻമെൻറ്റ് ബില്ല് ഏത് രീതിയിലാണ് മുനമ്പത്തെ സഹായിക്കും എന്നതാണ്. മാത്രമല്ല ഇന്നലെ അതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അതെങ്കിൽ നേരിട്ട് തന്നെ കിരൺ രാജു മന്ത്രിയോട് നേരിട്ട് തന്നെ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു, ഏത് രീതിയിലാണ് അമെൻമെൻറ്റ് ബില്ല് മുനമ്പം ജനതയെ സഹായിക്കുന്നത്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ചോദിച്ച ഒരേ MP അദ്ദേഹമാണെന്ന് എനിക്ക് തോന്നുന്നു. അതന്നെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോഴും വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ഇതിൽ ഇടപെടാമെന്നും മുഖ്യമന്ത്രി നമ്മൾ കണ്ട് സംസാരിക്കാമെന്നും ഉടനെ തന്നെ ഒരു ഈ പ്രശ്നം പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയാണ് ഇതിലെ യഥാർത്ഥ ട്വിസ്റ്റ് കടന്നു വരുന്നത്. ഇപ്പോൾ നോട്ടീസ് വിതരണം ചെയ്യപ്പെട്ട പാലായിൽ നേർക്കുനേർ വരികയാണ് ഈ വിഷയത്തിൽ നിന്ന് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന BJPയും അന്ന് വിഷയത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തിയ ജോസ് കെ മാണിയും. പ്രദേശത്ത് താമസിക്കുന്നവരുടെ അവകാശങ്ങളും വഖഫിന്റെ അവകാശങ്ങളും തമ്മിലുള്ള തർക്കമാണിത്. വ്യക്തിപരമായിട്ടുള്ള തർക്കങ്ങളല്ല. രണ്ട് അവകാശങ്ങളും പരിശോധിച്ച് ഏത് അവകാശമാണ് ശരിയെന്നതടക്കം പരിശോധിക്കപ്പെടേണ്ട വിഷയമാണിത്. കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ പ്രതീക്ഷയ്ക്കൊത്ത് എത്തിയില്ലെന്ന് ഫാദർ ആന്റണി പറയുന്നുമുണ്ട്. ആ ജനങ്ങൾക്കിപ്പോഴും തങ്ങളുടെ ഭൂമി ഒരു തരത്തിലും ക്രയവിക്രയങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾക്കൊപ്പമുള്ള രാഷ്ട്രീയ ഇടപെടലുകളും പരിഹാരങ്ങളുമാണ് ഈ ജനത ആഗ്രഹിക്കുന്നത്. കൈവശക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഭൂമി വഖഫിനുള്ള അവകാശം ഒഴിഞ്ഞു നൽകുക എന്നതാണ്. എന്നാൽ നിലവിലെ നിയമപ്രകാരം അത് സാധ്യവുമല്ല. അതിനാൽ തന്നെ കേന്ദ്ര ഇടപെടൽ വലിയ രീതിയിൽ തന്നെ ആവശ്യമുള്ളൊരു വിഷയവും കൂടിയാണിത്. വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തിയ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി ജോസ് കെ മാണിയാണെന്ന് ഫാദർ ആന്റണിയും വ്യക്തമാക്കുന്നുണ്ട്. അന്നത്തെ ഭേദഗതി ബില്ല് കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ജോസ് കെ മാണി സഭയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. LDFന്റെ ഭാഗമെന്ന നിലയിൽ മുഖ്യമന്ത്രിയായിട്ടും പിതാവിന്റെ പൈതൃകമെന്ന തരത്തിൽ പാണക്കാട് കുടുംബവുമായിട്ടുള്ള ജോസ് കെ മാണിയുടെ നല്ല ബന്ധം വിഷയത്തിൽ വലിയ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതായി ഫാദർ ആന്റണി പറയുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയക്കാർ കൈവിട്ടപ്പോഴും അത്താണിയായി നിന്നത് ജോസ് കെ മാണിയാണെന്ന് തുറന്നു പറയുന്നതിൽ സമരനായകന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുന്നില്ല. ഇവിടെ ഇരകളാക്കപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ്. ഒരു ദിവസം ജോലിയില്ലെങ്കിൽ പട്ടിണിയാകുന്നവരെ ഇനിയും സമരപ്പന്തലിൽ എത്തിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് പരിഹരിക്കേണ്ട ആത്യന്തികമായി ഒരു നിയമപ്രശ്നമായി ഈ വിഷയത്തിൽ കോടതികളിൽ നിന്നാണ് അന്തിമ തീർപ്പുകൾ ഉണ്ടാവേണ്ടത്. വേണ്ടത് വാഗ്ദാനങ്ങൾ മാത്രമല്ല, നിയമപരമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാകട്ടെ എന്ന നിലപാടിലാണ് വഖഫ് ബോർഡും സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഈ വിഷയത്തെ വർഗീയ വേർതിരിവിന് ഉപയോഗിച്ച് സംഘർഷത്തിലൂടെയും വർഗീയ ധ്രുവീകരണത്തിലൂടെയും വോട്ട് മാത്രം നോട്ടമിടുന്ന നിഗൂഢ ലക്ഷ്യങ്ങളെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഓർക്കുക, ഇത് കേരളമാണെന്നും വർഗീയ അജണ്ടകൾക്ക് ഈ മണ്ണിൽ ഒരു സ്ഥാനമില്ലെന്നും.